അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത്. അത് എന്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നു ഞാൻ. പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷം വമിപ്പിക്കുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF-ലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്രകുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മതേതരത്വ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അത് CPM-നും BJP-ക്കും ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട്. വളരെ ക്ലിയറാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. എന്തിനാണ് സഹോദരങ്ങളെ ഞാനിത് കേൾപ്പിച്ചത്? രാഷ്ട്രീയം പറയാനല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുമല്ല. അതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. അതിലപ്പുറം ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഇദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായ നിലക്ക് സമൂഹത്തോട് മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ഈ രൂപത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെയും അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുക എന്നത് ശരിയാണോ? നിങ്ങൾ പറ. അത് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ചെയ്യുക എന്നത് എത്രമാത്രം ഗൗരവമാണ്. കാരണം എന്താ? ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് പഠിപ്പിച്ച നീതിയുടെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന, നീതിയുടെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഇത്തരം വിഷയത്തിൽ ലോകത്തിന് മാതൃക കാണിക്കേണ്ടവരാണ്. എന്നിട്ട് അവർ തന്നെ, അതല്ലെങ്കിൽ മുസ്ലിം പത്രങ്ങൾ തന്നെ നിലപാട് തിരുത്തിപ്പറഞ്ഞവനെ പിന്നെയും ഭൂതകാലം ചികഞ്ഞ് പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? ഗുരുതരമായ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല അത് തന്നെ ദേശാഭിമാനിയോ മനോരമയോ മാതൃഭൂമിയോ മറ്റു പത്രങ്ങളോ ഒന്നും കൊടുക്കാത്ത പരസ്യം മുസ്ലിം പത്രങ്ങൾ കേവലം പണത്തിന് വേണ്ടി ഏറ്റെടുത്തപ്പോൾ ആ പത്രങ്ങൾ സുപ്രഭാതവും സിറാജുമൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു, ആലോചിക്കേണ്ടിയിരുന്നു. പണത്തിനപ്പുറം ഈ സമുദായത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യതയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമായിരുന്നു. സുന്ദരമായ ഈ ഇസ്ലാമിൻ്റെ മനോഹരമായ മുഖത്തെ നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമുദായത്തെ തന്നെ ഒറ്റുകൊടുത്തിരിക്കുകയാണ്. നിസ്സാരമായ കാര്യമാണോ ഇത്? നിലപാട് മാറ്റി പറഞ്ഞവനെ, നിലപാട് തിരുത്തിയവനെ പിന്നെയും അധിക്ഷേപിക്കുകയും അതല്ലെങ്കിൽ അയാളുടെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് അത് പറഞ്ഞു നടക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? നിലപാട് തിരുത്തിയവനെ ചേർത്ത് പിടിച്ച് മാതൃക കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഈ ദീന് വിട്ടുവീഴ്ചയുടെ തസാമുഹിൻ്റെ മതമാണ്, കാരുണ്യത്തിൻ്റെ മതമാണ്, മാപ്പ് കൊടുക്കുന്ന മതമാണ് ഈ മതം. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? സത്യത്തിൽ ഇതിലൂടെ ഇസ്ലാം വിരുദ്ധർ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉദ്ദേശിച്ചൊരു മെസ്സേജ് ഉണ്ട്. പലപ്പോഴും വളരെ സങ്കടകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തിലെ പലരും ഇതേപോലെ പല പത്രങ്ങളും പല സംഘടനകളൊക്കെ മുസ്ലിം വിരുദ്ധരുടെ കയ്യിലെ കളിപ്പാവകളാകുന്നു എന്നത് ഏറെ സങ്കടകരമായൊരു സംഗതിയാണ്. അതിലൂടെ ഇസ്ലാമിൻ്റെ മനോഹരമായ മുഖത്തെയാണ് പലപ്പോഴും അവർ കളങ്കപ്പെടുത്തുന്നത്. ഇസ്ലാം വിരുദ്ധരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അജണ്ട ഉണ്ട്. ആ അജണ്ട ഇവിടെ കൃത്യമായി വിജയിച്ചു. എന്താണ് സത്യത്തിൽ ഈ പരസ്യം കൊടുത്തതിലൂടെ പുറത്തുപോയ മെസ്സേജ് എന്താണ്? മുസ്ലിമീങ്ങൾ നീതി കാണിക്കുന്നില്ല, അവർ മാപ്പ് കൊടുക്കുന്നില്ല, നിലപാട് തിരുത്തിയവനെ പിന്നെയും അവൻ്റെ പിറകിൽ കൂടി അവൻ്റെ ഭൂതകാലം ചികഞ്ഞ് പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് എന്ന ഒരു മെസ്സേജ് അല്ലേ ഇതിലൂടെ പോയത്? എന്നാൽ സത്യത്തിൽ ഇസ്ലാം ഈ മേഖലയിൽ എത്ര മനോഹരമായ മാതൃകയാണ് നൽകിയത് അല്ലേ? ഇദ്ദേഹം തന്നെ ഖലീഫ ഉമറിൻ്റെ ചരിത്രം ഇതൊക്കെ ചെയ്തവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ഗതികേട് ഇവർക്ക് വന്നില്ലേ? എത്രമാത്രം വലിയൊരു സങ്കടകരമായ സംഗതിയാണത്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നീതിയുടെ വേദഗ്രന്ഥമാണ്, വിട്ടുവീഴ്ചയെ പ്രോത്സാഹിപ്പിച്ച വേദഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്ത് മുംതഹിനയിലെ 8-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ആർക്കും പരിശോധിക്കാം. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത, മതകാര്യത്തിൽ നിങ്ങളോട് പോരടിക്കാൻ വരാത്തവരും
വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത, നിങ്ങളോട് സൗഹാർദ്ദത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അൻതബറൂഹും, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യുന്നതിന് അള്ളാഹ് വിരോധിക്കുന്നില്ല. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിപൂർവമാണ് നിങ്ങൾ പെരുമാറേണ്ടത്. നീതി പാലിക്കുന്നതിനും ഇസ്ലാം തടസ്സമല്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഖുർആനിലെ 60-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനമാണ്. നിലപാട് മാറ്റി, ഞാൻ എൻ്റെ പഴയ ഇസ്ലാം വിരുദ്ധത മുഴുവനും ഒഴിവാക്കി എന്ന് നിലപാട് തിരുത്തി പബ്ലിക്കിനോട് പറഞ്ഞ ഒരാളെ പിന്നെ അയാളുടെ പിറകിൽ നമ്മൾ പോകാൻ പറ്റുമോ? ഖുർആനിൻ്റെ അധ്യാപനത്തിനെതിരല്ലേ അത്? എതിരല്ലേ സഹോദരങ്ങൾ? ആലോചിച്ച് നോക്ക്. മാത്രമല്ല, എത്ര വചനങ്ങൾ വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 6-ാമത്തെ വചനം, വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മന. ബഹുദൈവാരാധകരിൽ നിന്ന് ആരെങ്കിലും അഭയം ചോദിച്ച് പ്രവാചകരെ നിന്റെ അടുക്കൽ വന്നാൽ അവർക്ക് അള്ളാഹുവിൻ്റെ കിതാബ് കലാം കേൾക്കാൻ അവസരം കൊടുക്കുകയും അഭയം നൽകുകയും ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അഭയം ചോദിച്ചു വന്നാൽ പിന്നെ അവൻ്റെ ഭൂതകാലം അവൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയലാണോ? അഭയം കൊടുക്കാനാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിൻ്റെയും മാപ്പ് കൊടുക്കലിൻ്റെയും മതമാണ് ഈ മതം. ആ മതത്തിൻ്റെ മനോഹരമായ മുഖത്തെ കളങ്കപ്പെടുത്തുന്ന നിലക്കുള്ള നിലപാടാണ് ഇത്തരം ആളുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ക്യാഷ് മോഹിച്ചുകൊണ്ട് പലതും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ സമുദായത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം, ഈ ദീനിനെക്കുറിച്ചൊന്ന് ആലോചിക്കണമെന്നാണ് ഇത് ചെയ്തവരോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം പറയേണ്ടി വന്നത്. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.